അച്ഛയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്ന എന്റെ പേടി. നീ എന്തിനാ എഴുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ പോയത്? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് മറുപടി എഴുതണോ? കീറി കളഞ്ഞാ പോരെ? ക്ഷോഭിക്കില്ല, എന്നാ ക്ഷോഭം വന്നാ പിടിച്ചാ കിട്ടാത്ത ആളാ. ജയ മാധവ വിഷ്ണു ഗജമുഖ ജനവത. എന്താ അങ്ങനെ അന്താളിച്ച് നോക്കണേ? പോയ ആളല്ലല്ലോ വരണത്. അല്ല, കുചേലൻ അവലും കൊണ്ട് ദ്വാരകയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ കുടിലുണ്ടായ നേരത്ത് കൊട്ടാരായിരിക്കണു. അറിയില്ല കഥ. അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് മനസ്സിലാവണ ഭാഷ പറയും. മനസ്സിലാവാതിരിക്കാൻ ഞാൻ എന്താ ഇംഗ്ലീഷിലാ പറയണേ? നീ നമ്മുടെ മാധവണ്ണി മാസ്റ്റർ ക്ഷാരത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ഒന്ന് പോണ്ടതാ. 16 കെട്ടാ ഗോവിന്ദ പിഷാരുടെ കേട്ടിട്ടുണ്ടോ? മാഷയുടെ മുത്തശ്ശൻ, അദ്ദേഹം കൊച്ചി തമ്പുരാന്റെ സർവാധികാരിക്കാരനായിരുന്നു. ഇപ്പോഴും ഐശ്വര്യത്തിന് ഒരു കുറവുമില്ല. മാഷ് കലാമന്ദിരത്തിൽ വരണതേ സർക്കാരിൽ നിന്ന് കിട്ടണ നക്കാപ്പിച്ച കാശ് മോചിട്ടൊന്നുമല്ല, കഥകളിയോടുള്ള സ്നേഹം കൊണ്ടാ. ഇപ്പൊ ഈ പഴംപുരാണമൊക്കെ വിളമ്പണത് എന്തിനാ? അതോ പറയാം. മോളകത്തേക്ക് പോവും. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. നമ്മുടെ മാളൂനെ സോമശേഖരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ മാഷ് ഒരുക്കാണ്. വാക്കും തന്നു, പഠിപ്പ് കഴിയട്ടെ എന്നാ പറഞ്ഞ. എന്റെ ഗുരുവായൂരപ്പാ. പെൻഷൻ പറ്റി വീട് ഒഴിഞ്ഞു കൊടുക്കുമ്പോ ക്ഷാരത്തേക്ക് പോരാനാ മാഷ് പറഞ്ഞേക്കണേ. എങ്ങനെയുണ്ട് ഭഗവാന്റെ കളി? ആരും അറിയണ്ട. അവളോടും പറഞ്ഞേക്ക, കൂട്ടുകാരോടൊന്നും പറയണ്ടാന്ന്. ഒക്കെ അസൂയക്കാരാ. ഏടത്തി എന്താ എന്നെ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ഏട്ടൻ. അതോ, നിന്നോട് പഠിപ്പിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഏട്ടൻ. അതെപ്പോഴും പറയണതല്ലേ? എപ്പോഴും പറയണ പോലെ അല്ല ഇത്. നിന്റെ ശ്രദ്ധ ഇപ്പോ സാഹിത്യത്തിലാണെന്ന് തോന്നി. സാഹിത്യത്തിലോ? നളൻ ദമയന്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ, കണ്ണൻ രാധയെ സ്നേഹിക്കുന്നതിനേക്കാൾ, ശിവൻ ഉമയെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിച്ചോളൂ. പക്ഷെ അത് ഇപ്പൊ വേണ്ട. പിടിച്ചു അത്. ആരും അറിയില്ലെന്നാ കരുതിയ? വേണ്ടാത്തരം കാണിച്ചാ അടിച്ച് ചെവിക്കല് തകർക്കുന്ന ഏട്ടൻ പറഞ്ഞേക്കണേ. വേഗം പഠിച്ച് പാസ്സായി നല്ലൊരു നിലയാവ്, എന്നിട്ട് കെട്ടിച്ച് കൈ തരാന്ന്. മനസ്സിലായോടാ? ഇത് സ്വപ്നാണോ അല്ലെങ്കിൽ? ഇനി മറുപടി കിട്ടിയില്ലെങ്കിലും മരിക്കൊന്നും വേണ്ട. എടാ, നീ എന്താ അവിടെ തന്നെ ഇരുന്നളഞ്ഞത്? അകത്തേക്ക് വാ, കാപ്പി തരാം. വേണ്ട. എടുത്തമ്മേ, താങ്ക് യു. ഹലോ, അതെ, നമ്പീശനാണ് സാർ. സെക്രട്ടറി പോയിട്ടുണ്ട്. വിധി നമുക്ക് അനുകൂലമായിരിക്കും. ഞാൻ ഗുരുവായൂരപ്പന് പാൽപ്പായസം നേർന്നുണ്ട്. അതല്ല, കോടതിയൊക്കെ വലിയ കോടതിയാണല്ലോ സാർ. സെക്രട്ടറി വന്ന് വിളിക്കാൻ പറയാം സാർ. ശരി സാർ, ശരി ശരി. എന്റെ പ്രാർത്ഥനയുടെ ഫല അത്രമാത്രം കണ്ണീര് ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. എന്നെങ്കിലും ആളുകളെ കൊണ്ട് പറയിക്കാതെ നന്നായി ജീവിക്കേ. എന്റെ മുഖം അപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ഉള്ളതുപോലെയല്ലേ ഉണ്ടാവൂ. ഇനി വേറെ മുഖം കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമോ? കലാമന്ദിരത്തിൽ തിരിച്ച് ജോലിക്ക് കയറുന്നുള്ള ഒരു വാശിയായിരുന്നു. അത് നടന്നു. എന്നിട്ടും നിനക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? ഇല്ല. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും താളത്തിന്റെയും ലോകത്ത് നിന്ന് എന്നെ പുറത്താക്കിയപ്പോ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ നിഴലിനോട് പടവെട്ടി ജയിച്ചതുപോലെ. ആര് ജയിച്ചു, ആര് തോറ്റു? എന്താ ഇദ്രോസ് അവൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്കും വലിയ പിടി കിട്ടിയിട്ടില്ല. നാളെ തൊട്ട് ജോലിക്ക് പോയി തുടങ്ങാൻ പറ്റുമോ? ഞാൻ ഏത് കളരിയിലാണ് പോകേണ്ടത്? എനിക്കറിയില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും. കുട്ടികളാരും കളരി കയറുന്നില്ല. പിന്നെ എവിടെ കയറണേ? എല്ലാവരും കൂത്തമ്പലത്തിൽ കൂടിയിരിക്കുക. എന്തിന്? സമരാത്രേ. സമരോ? ഇവിടെ അങ്ങോട്ട് ഏർപ്പാട് ഉണ്ടായിട്ടില്ലല്ലോ. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഉണ്ട്. ആകെ പ്രശ്നമായ മട്ടാ സാറേ. എന്താ വാസ്തവ പ്രശ്നം? പ്രശ്നം നിങ്ങൾ തന്നെയാ. ഞാനോ? ഓ, കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയാതെ അവരൊരു കളരിയിലും കയറില്ലാത്രേ. എന്തിനാ മാപ്പ്? കള്ളും കുടിച്ചു വന്ന് ഒരു കുട്ടിയുടെ അരങ്ങേറ്റം താൻ കൂവി നശിപ്പിച്ചില്ലേ? അങ്ങനെ ഒരാളെ അവർക്കൂടെ വേണ്ടെന്ന്. ഓ, അതാണോ കാര്യം? ഞാൻ മാപ്പ് പറയാം. കോടതിയുടെ കമ്മിറ്റിയുടെ തീരുമാനം നാം അറിയേണ്ട കാര്യമില്ല.
ഇത്തരം പെരുമാറ്റ ദോഷമുള്ള ഒരാളെ ഗുരുവായി അംഗീകരിക്കാൻ നാം തയ്യാറല്ല. അയാൾ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകണം. അതുവരെ ഒരു കളരി ഇവിടെ പ്രവർത്തിക്കില്ല. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. ഞാൻ മാപ്പ് പറയാം. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, ഞാൻ മാപ്പ് പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്നും പറയണ്ട. ഒരു കലാകാരിയുടെ അരങ്ങേറ്റം കലക്കിയതിന് മാപ്പ് പറഞ്ഞാൽ മതി. അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഗുരുവിന്റെ വേഷം കെട്ടി വരാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? യഥാർത്ഥ ഗുരു മത്സ്യം, കൂർമ്മം, ഭ്രമരം ഇവയുടെ തന്ത്രങ്ങൾ അറിഞ്ഞവനാകണമെന്നുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ. കുട്ടി, ശാസ്ത്രങ്ങൾ മുഖവുര മാത്രമാണ്. അതിനേക്കാൾ മഹത്താണ് കല. അത് ശാസ്ത്രങ്ങളെ കുറിച്ച് വിവരമില്ലാത്തവരുടെ പറച്ചിലാണ്. ഭരതന്റെ നാട്യശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആടിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആസ്വാദകർ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാറേയില്ല, രസിക്കാറേ ഉള്ളൂ. കലയെയും സഭയെയും അപമാനിക്കലാണോ നിങ്ങളുടെ ആസ്വാദനം? എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ അരങ്ങേറ്റത്തിന് ബഹളം ഉണ്ടാക്കിയത്? മഹാനർത്തകി എന്ന് വിശേഷിപ്പിച്ചിട്ട് ശുഷ്ക നൃത്തം ചെയ്തപ്പോൾ ഒന്ന് കൂവിപ്പോയി. ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി, താളം പോയി. കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല. കുട്ടിയുടെ ഗുരുക്കന്മാരാണ് ആദ്യം ആ കൂവൽ കേൾക്കേണ്ടത്. ഭരതനാട്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ശാസ്ത്രീയമായി ഈ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്? പാവകളിയാണ് നിങ്ങൾ അരങ്ങേറ്റിയത്. ശാസ്ത്രീയമായി ചലിക്കുന്ന മാളവിക എന്ന പാവ. ട്യൂൺ ചെയ്തു വിട്ടാൽ ഏത് യന്ത്രമനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം. മനസ്സും ശരീരവും അർപ്പിക്കണം, എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. യതോ ഹസ്ത സ്തതോ ദൃഷ്ടി, യതോ ദൃഷ്ടി സ്തതോ മനഃ, യതോ മനസ്തതോ ഭാവോ, യതോ ഭാവ സ്തതോ രസ. ശാസ്ത്രമാണ് നന്ദികേശന്റെ അഭിനയ ദർപ്പണം. അതെ, ശ്രീ പരമേശ്വരനാണ് ആടിയത്. ഇവൾ ആടിയതും താണ്ഡവം തന്നെയാണ്. അവിടെ നിങ്ങളുടെ ശാസ്ത്രവിധി തെറ്റി. പും നൃത്യം താണ്ഡവം പ്രാഹു, സ്ത്രീ നൃത്യം ലാസ്യമുച്യതേ. ഭരതന്റെ നാട്യശാസ്ത്രമാണ്. പുരുഷനാണ് താണ്ഡവം, സ്ത്രീക്ക് ലാസ്യമാണ് വിധി. ആനന്ദ നടനം അവൻ ആടി എന്നാണ്, ഞാൻ ആടി എന്നല്ല. അപ്പോൾ മറ്റാരോ ആണത് പറയുന്നത്. ഉമയാകാം, അല്ലെങ്കിൽ നർത്തകി തന്നെയാകാം. അതിന് താണ്ഡവമാടിയാൽ ശരിയാകുമോ? അത് ശരിയാണെങ്കിൽ തന്നെ ആനന്ദ താണ്ഡവമാണോ ആനന്ദ നടനമാണോ? ഏതവസ്ഥയിലുള്ള ആനന്ദമാണ്? ഭക്തിയുടേതാണോ, പ്രണയത്തിൻ്റെതാണോ, അത്ഭുതത്തിൻ്റെതാണോ എന്ന് മനസ്സിലാക്കണം. ഓരോ ഭാവതലത്തിനും നാട്യരീതി വ്യത്യസ്തമായിരിക്കണം. അവലംബിക്കുന്നത് നാട്യശാസ്ത്രമോ അഭിനയ ദർപ്പണമോ അഭിനയ ചന്ദ്രികയോ നൃത്തരത്നാവലിയോ ഏത് ശാസ്ത്രവുമാകട്ടെ. രീതികളിൽ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ മോഹിനിയാട്ടമോ കഥകളിയോ ഭാംഗടയോ ഒഡിസിയോ മണിപ്പൂരിയോ കഥക്കോ നാടോടി നൃത്തമോ എന്ത് തന്നെ ആകട്ടെ, സൃഷ്ടിക്കേണ്ടത് ഭാവ. 6-7 കൊല്ലമായി നാട്യം മനസ്സിലേ ഉള്ളൂ, പരിശീലനമില്ല. ആ കുറവ് പൊറുക്കുക. ഞാൻ മാപ്പ് പറയാം. ഞാൻ മാപ്പ്
ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായത്. ഗുരുകുല സമ്പ്രദായത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമായത്. നീ അവിടെ കഥകൾ പഠിക്കാൻ വന്നോ അതോ സമരം ചെയ്ത് നേതാവാമെന്നോ? ഒരു സദസ്സായി പോയി ഇല്ലേ? കരണക്കുറ്റിക്കൊന്നും തന്നിട്ട് പിടിച്ചിറങ്ങി വിട്ടേനെ ഞാൻ. മാളുവിന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്. അതിന് അവളുടെ അച്ഛനുണ്ട്. നീ ഇപ്പൊ രക്ഷകർത്താവൊന്നും ആവണ്ട, അതൊക്കെ പിന്നെ മതി. കല്യാണം കഴിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. രക്ഷകർത്താവ് മതി അവനായിട്ട് വഴക്ക് പറഞ്ഞത്. കുട്ടികളാവുമ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരും. ഇനി ഉണ്ടാവില്ല. കുളിമുറിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുളിച്ചാ ഊണ് കഴിക്കാം. നീ എന്തിനാ എന്നിങ്ങോട്ട് വരാൻ പോയത്? നല്ല ചൂടായിരിക്കും പറഞ്ഞായിരുന്നോ? ഏട്ടനെ പോലെ എനിക്കുണ്ട് ഇത്തിരി ചൂട്. മാളുവിന്റെ കാര്യത്തിൽ ഞാൻ ചൂടാവണ്ടേ ഏടത്തി? അതിന് സമരമല്ല, വേണ്ടി വന്ന അയാൾക്കിട്ട് രണ്ട് കൊടുത്തുന്നും വരും. എന്നിട്ടിപ്പൊ ചമ്മിയില്ലേ എല്ലാരും? ഞാൻ അറിഞ്ഞ വിശേഷമൊക്കെ. അത് പിന്നെ അയാള് നല്ല അസല് പെർഫോമറാ, അത് മാനിക്കാണ്ട് പറ്റുമോ? ആ ഏതായാലും നമ്മുടെ പെർഫോമൻസിൽ മാളും ഹാപ്പിയാ, എനിക്കത് മതി. ഞാൻ ഏട്ടനോട് പറയണുണ്ട്. അയ്യോ ചതിക്കല്ലേ, ഞാൻ പോണു. ഉണ്ടിട്ട് പോവാടാ, നല്ല അവിയലുണ്ട്. വേണ്ടേ, ഉണ്ണാനിരിക്കുമ്പോ അഷ്ടകലാശം കൂടി കാണേണ്ടി വരും. ഹോസ്റ്റലിൽ നല്ല അഴ കുഴമ്പൻ സാമ്പാറുണ്ട്. പോട്ടെ.